ഒരിക്കൽ ഒരു ഗ്രാമത്തിൽ രാമു എന്ന വിനീതനായ അലക്കുകാരൻ തന്റെ വിശ്വസ്ത കഴുതയായ കാലുവിനൊപ്പം താമസിച്ചിരുന്നു. രാമു എല്ലാ ദിവസവും കാലുവിന്റെ പുറത്തു വസ്ത്രങ്ങൾ കയറ്റി നദിയിലേക്ക് പോകും. കാലു വൃദ്ധനും ക്ഷീണിതനുമായിരുന്നുവെങ്കിലും പരാതിയില്ലാതെ ഭാരിച്ച ഭാരം ഉത്സാഹത്തോടെ വഹിച്ചു. ചുട്ടുപൊള്ളുന്ന ഒരു വേനൽ ദിനത്തിൽ കാലു പതിവിലും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് രാമു ശ്രദ്ധിച്ചു. ചൂടും ക്ഷീണവും വകവയ്ക്കാതെ കാലു തന്റെ നിശ്ചയദാർഢ്യം അചഞ്ചലമായി തുടർന്നു. കാലുവിന്റെ അചഞ്ചലമായ വിശ്വസ്തതയും കഠിനാധ്വാനവും താൻ ഒരിക്കലും അംഗീകരിച്ചിട്ടില്ലെന്ന് മനസ്സിലാക്കിയ രാമുവിന് കുറ്റബോധം തോന്നി. അന്ന് വൈകുന്നേരം അവർ നദിയിൽ നിന്ന് മടങ്ങുമ്പോൾ കാലുവിന് പ്രതിഫലം നൽകാൻ രാമു തീരുമാനിച്ചു. ശുദ്ധമായ വൈക്കോലും തണുത്ത വെള്ളവും അടങ്ങിയ സ്വാദിഷ്ടമായ ഭക്ഷണം അദ്ദേഹം തയ്യാറാക്കി കാലുവിന്റെ മുതുകിൽ മൃദുവായി തടവിക്കൊണ്ട് ഭക്ഷണം കാലുവിന് നൽകി. സ്വാദിഷ്ടമായ ഭക്ഷണം കഴിക്കുമ്പോൾ കാലുവിന്റെ കണ്ണുകൾ നന്ദിയോടെ തിളങ്ങി. അന്നുമുതൽ കാലുവിന്റെ ഭാരം കുറക്കാനും കൂടുതൽ പരിചരണം നൽകാനും രാമു ശ്രദ്ധിച്ചു. അലക്കുകാരനും അവന്റെ കഴുതയും തമ്മിലുള്ള ബന്ധം ശക്തമായി. അവരുടെ പരസ്പര ബഹുമാനത്തിന്റെയും ധാരണയുടെയും നിശബ്ദ സാക്ഷ്യമായിരുന്നു. വർഷങ്ങൾ കടന്നുപോയി. കാലുവിന് പ്രായം കുറഞ്ഞുവെങ്കിലും രാമു അവനെ കൈവിട്ടില്ല. അവൻ പലപ്പോഴും തന്റെ പഴയ സുഹൃത്തിന്റെ അരികിൽ നടക്കുന്നതായി കാണപ്പെടും. അലക്കാനുള്ള സാധനങ്ങൾ സ്വയം ചുമന്ന് നിലനിൽക്കുന്ന സൗഹൃദത്തിന്റെ ഓർമ്മപ്പെടുത്തലും ദയയ്ക്കും നന്ദിക്കും ഏറ്റവും പ്രയാസമേറിയ ദിവസങ്ങളെപ്പോലും മാറ്റാൻ കഴിയുമെന്ന ലളിതവും എന്നാൽ ആഴത്തിലുള്ളതുമായ പാഠം.